ചെണ്ടവാദ്യ കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നു. ഇരയിപുരൻ പുത്തൻചന്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ചെണ്ടവാദ്യ അരങ്ങേറ്റം സംഘടിപ്പിച്ചത്. അയത്തിൽ സരസ്വതി കലാക്ഷേത്ര പ്രസാദിൻ്റെ ശിക്ഷണത്തിൽ ചെണ്ടവാദ്യം അഭ്യസിച്ച വിദ്യാർത്ഥികളിൽ മുതിർന്ന യുവാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അരങ്ങേറ്റത്തിൽ പങ്കെടുത്തു. മോഹൻ പ്രസാദ് UN സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സിനിമാ സീരിയൽ സംവിധായകൻ ശങ്കർ വാളത്തുങ്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അന്യം നിന്ന് പോകുന്ന ഈ കലയെ വീണ്ടെടുക്കാനുള്ള ശ്രമം, അത് നമ്മുടെ ഈ പുത്തനത്തെ നമ്മളതിൻ്റെ എല്ലാ എട്ടുവിടപ്പുറത്ത് അറിയാലല്ലോ. അപ്പോൾ ഈ പുത്തനത്തെ നമ്മളെപ്പോഴും കണ്ടുപിടിക്കും. ഈ പുത്തനത്തെ തന്നെയുള്ള ഈ സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാവരും, അതിനകത്തുള്ള എല്ലാവരും ഞാൻ നന്ദി പറയുക. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ പ്രതികളോട് പറയാനുള്ളത്, ഇവർ നാളെ ചെണ്ടവാദ്യക്കാരനായിരുന്നെങ്കിലും ഇവർക്കൊരു സഭാകമ്പം മാറിക്കിട്ടും. ഇവിടൊക്കെ ചെണ്ടയൊക്കെ അടിക്കുമ്പോഴേ ഒരു സഭാകമ്പം മാറിക്കിട്ടും. പിന്നെ വേറെ ഏതെങ്കിലും കലാരംഗത്ത് പ്രവേശിക്കാനുള്ള ഒരു പ്രചോദനം ഇതിന് കിട്ടുകയും ചെയ്യും. എന്തായാലും നല്ലൊരു കാര്യമാണ് അത് നടത്തിയത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കാണികൾക്കും സദസ്യർക്കും നമ്മുടെ പൊരുന്ന പ്രതികൾക്കും എല്ലാം നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ബിജു ലാലു അരങ്ങേറ്റം കുറിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകനായ പ്രസാദിനെയും പൊന്നാടിയണിച്ച് ആദരിച്ചു. പുത്തൻചന്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചെണ്ടവാദ്യ അരങ്ങേറ്റത്തിൻ്റെ 2024-25 ബാച്ചിലെ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും പരിപാടിയിൽ സംഘടിപ്പിച്ചു. സീരിയൽ നടൻ R. ഹരി സന്നിഹിതനായിരുന്നു. 2013 തുടങ്ങി 2024 നിൽക്കുന്ന 11 വർഷക്കാലം 6 ബാച്ചുകളെ പുറത്തിറക്കാൻ സാധിച്ച അദ്ദേഹത്തിന്റെ കലാസഭയിലേക്ക് 6ാമതൊരു പൊന്തൂവൽ കൊടുത്ത ഈ ഒരു ഉദ്ഘാടന വേദി ഇത് മാത്രമായി പോകാതെ ഇത് 7, 8, 9, 10, 15, 20, 25 ഒക്കെ കടന്ന് മുന്നോട്ട് പോകണമെന്നും ഒപ്പം മറ്റ് കലകളും കൂടി നമ്മുടെ നാടിലെ കുഞ്ഞുങ്ങളെ കലാപരമായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള മാനസിക ശേഷിയും ശാരീരികമായ ആരോഗ്യവും ഒക്കെ ഭഗവാൻ ഇതിന്റെ സംഘാടകർക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ലക്ഷ്മി നരസിംഹ ശർമ്മ നമ്മൾ ആശാൻ പുതിയ പുതിയ കുട്ടികളെ സൃഷ്ടിയിടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സംസ്കൃതത്തിൽ ചൊല്ലി എന്താണെന്ന് വെച്ചാൽ സഹായം ചെയ്തു കൊടുക്കും. പഠിപ്പിച്ച എന്റെ ഒരു പ്രിയ ശിഷ്യനാണ് എന്നെനിക്ക് പറയാം. എന്നെയോട് ചോദിച്ചതാണ്. അപ്പൊ എനിക്ക് എല്ലാവരോടും ഓടി നടന്ന് പഠിപ്പിക്കുന്നതിന് ഒരു അസൂയം ഉള്ളതുകൊണ്ട് വേറെ ഒരു പയ്യനാണ് പഠിപ്പിച്ചത്. ഇപ്പൊ ആ പഠിച്ചിട്ടുള്ള സ്ത്രീകൾ അവർക്ക് എവിടെയെങ്കിലും പരിപാടി നടത്തണമെങ്കിൽ ഞാനാണ് ഉപകരണങ്ങൾ കൊടുക്കുന്നത് ഇപ്പോഴും. അതുപോലെ തന്നെ പ്രായമുള്ള 2 പേര് ഈ പുത്തൻചന്ത പ്രദേശത്തുണ്ട്. നേരെ എനിക്ക് അവർക്ക് കൃത്യമായ ഓർമ്മയില്ല. 2 പേര് പഠിച്ച് പകുതിക്ക് കിട്ടും. അപ്പൊ അവരെ ഞാൻ നോക്കട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ ഇരുന്ന് തിരിച്ചവർ കണ്ടൊരു മറുപടി അടുത്ത വർഷത്തെ അരങ്ങേറ്റത്തിൽ കാണിക്കുന്നത് പ്രായം ഒരു വിഷയമല്ല. ബിജു ദിനേശൻ, പ്രസാദ്, ശ്രീകുമാർ, രക്ഷകർത്താ പ്രതിനിധി ഉദയകുമാർ, മനു ഫ്രാൻസിസ് R തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് കേരളം 24.